ചിത്രശലഭങ്ങളായി മാറി. ഇത്രയും നാൾ വീടിനകത്ത് മാത്രമായിരുന്ന ലോകത്ത് നിന്ന് അറിവിന്റെ അക്ഷരലോകത്തേക്ക് ചിറകടിച്ചു പറക്കാനൊരുങ്ങി പുതിയൊരു അധ്യയന വർഷം കൂടി ഇന്ന് ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ തല പ്രവേശനോത്സവം പുതിയങ്ങാടി KT മുഹമ്മദ് സ്മാരക ഗവൺമെന്റ് LP സ്കൂളിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെച്ച കുട്ടികളുടെ കളിച്ചിരികൾ മനം നിറയ്ക്കുന്നു. വ്യത്യസ്തതയാർന്ന വികാരങ്ങൾ, സന്തോഷം, സങ്കടം, നിഷ്കളങ്കത എല്ലാം മാറി മാറി കാണുന്നു. അനുഭവം പങ്കുവയ്ക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. വളരെ സന്തോഷമാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കാനായി. ഇനി ഈ ജീവിതം, ഈ ലോകമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കുട്ടികളാണ്. അപ്പൊ അവരിത്ര സന്തോഷത്തോടെ വരുന്നു. അവരിങ്ങനെ മുത്തുപോലെ സൂക്ഷിക്കാൻ വേണ്ടി മൈത്രയിലെ ജീവനക്കാരാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അംഗനവാടി അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവർക്ക്. ഇതൊക്കെ എനിക്ക് വലിയ വലിയ സന്തോഷമാണ്. സമൂഹം ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നാവാൻ കഴിയൂ. ഒറ്റയ്ക്ക് നന്നാവുമ്പോൾ അതൊരു നന്നാവലല്ല, ഒരുമിച്ച് നന്നാവുക. അതാണ് ഏറ്റവും വലിയ അതിജീവനത്തിന്റെയും ഏറ്റവും വലിയ പുരോഗതിയുടെയും ഏറ്റവും വലിയ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള സഹകരണവും സ്നേഹവും പരിഗണനയും ഒക്കെ ഈ സ്കൂളിൽ കിട്ടുന്നു. അപ്പോ 40 കുട്ടികൾ എന്ന് വെച്ചാൽ LKG-യിലേക്ക് കുട്ടികൾ വന്നു, 1ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ വന്നു. അത് കഴിഞ്ഞ് 2, 3, 4 ഒക്കെ കുറച്ച് കുട്ടികളെ ചേർന്ന് 40 കുട്ടികളെ ഈ വർഷം ഈ സ്കൂളിലേക്ക് കൊണ്ടുവരും. LP സ്കൂളാണെന്ന് ആലോചിക്കണം. അടുത്ത കൊല്ലം നിശ്ചയമായിട്ടും കൂടുതൽ കുട്ടികൾ വരും. അവർക്കൊരു ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. മോള് കേട്ടില്ലേ അത്? അപ്പൊ എന്തവർ ആഗ്രഹിക്കുന്നോ അത് അവരുടെ കൺമുമ്പിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒക്കെ വരികയാണ്. ആ അർത്ഥത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരെല്ലാ തരത്തിലുള്ള കുട്ടികളെയും കാണുന്നു. പണക്കാരുടെ മക്കൾ മാത്രമല്ല, പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഇവിടേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും നല്ല വ്യക്തികളെ വളരെ നമുക്കൊരു അവസരം കിട്ടുകയാണ്. മറ്റുള്ളവരുടെ ദുഃഖം കാണാനും സഹതാപം മാത്രം പോരാ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വലിയ കാര്യമല്ലേ. അപ്പൊ അതുപോലെയൊക്കെ വളരാൻ കുട്ടികൾക്ക് സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്താണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ കുട്ടികളെ കാണുമ്പോ മേയറിന്റെ കുട്ടിക്കാലം ഓർത്ത് അതാരാ ഓർക്കാത്തത്? പ്രത്യേകിച്ച് പ്രവേശനോത്സവം ആദ്യമായിട്ട് സ്കൂളിൽ പോയ കഥയൊക്കെ നമ്മൾ ഓർക്കൂലേ? എന്നെ പഠിപ്പിച്ച കൗസല്യ ടീച്ചറെ, ചെറിച്ചി ടീച്ചറെ ഒക്കെ അടിച്ച് കുട്ടികളെ മൂത്രമൊഴിപ്പിക്കുന്ന ആൻഡ്രൂസ് മാഷെ, അവരൊക്കെ ഞാൻ ഓർക്കാണ് ഈ സമയത്ത്. പ്രവേശനോത്സവം ഗംഭീരമാക്കാൻ എല്ലാവിധ പ്രയത്നങ്ങളും അർപ്പിച്ച് മുൻപിൽ നിന്ന സ്കൂളിന്റെ പ്രധാന അധ്യാപികയുടെ പ്രതികരണത്തിലേക്ക്. ഈ നിമിഷം വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് സ്കൂളുകളിൽ നിന്നും ഈ കോർപ്പറേഷന്റെ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങളുടെ വിദ്യാലയത്തെ തെരഞ്ഞെടുത്തതിൽ വളരെയേറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം നമുക്ക് 40ഓളം പുതിയ കുട്ടികളും അതോടൊപ്പമുള്ള കുടുംബങ്ങളും, അതായത് ഒരു കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം സ്കൂളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതൊരു വലിയൊരു സമൂഹമാകുന്നു. അപ്പൊ ആ സമൂഹത്തിലേക്ക് ഇന്ന് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു മാതൃകയായിട്ട് മൈത്രയിലെ സ്റ്റാഫ്, മലർവാടി പുതിയങ്ങാടി യൂണിറ്റ്, അവരൊക്കെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, അവരെ നാടിന്റെ നന്മകളാക്കി വളർത്താൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് സംഘടനകളും നമുക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഇന്ററാക്റ്റീവ് പാനൽ, 1 അല്ല 2 എണ്ണം, നേരത്തെ 1 എണ്ണം ലഭിച്ചിരുന്നു. ഇതിപ്പം 3, 4 ക്ലാസ്സുകളിലേക്ക് വീണ്ടും ഒരു ഇന്ററാക്റ്റീവ് പാനൽ വളരെ സജീവമായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി അത് സഹായിക്കും. വളരെയേറെ അഭിമാനം തോന്നുന്നു എനിക്ക് ഈ KT മുഹമ്മദിന്റെ സ്മരണ ഉണർത്തുന്ന, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഈ ഒരു മരങ്ങളും പ്രകൃതിയുടെ സ്നേഹം കടാക്ഷിച്ച ഈ ഒരു ക്യാമ്പസിൽ പ്രധാനാധ്യാപികയായി തുടരുന്നതിലും പ്രധാനാധ്യാപികയായി ജോലി ലഭിച്ചതിലും ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ എല്ലാവിധ ശക്തികളും ഊർജവും ഞാൻ ഈ സ്കൂളിന് വേണ്ടി പ്രയോഗിക്കുന്നതാണ് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കും. അക്ഷരങ്ങളുടെയും പുത്തൻ അറിവിന്റെയും പുതുലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുരുന്നുകൾ. ക്ലാസ് മുറികളിലെ അറിവുകൾ മാത്രമല്ല, ജീവിതാനുഭവങ്ങളും നേടി നല്ല മനുഷ്യനാകുക, ലോകത്തിന്റെ നല്ല കാവൽക്കാരാകുക. അഞ്ജലി ലക്ഷ്മണൻ, ട്രൂ വിഷൻ ന്യൂസ്.